എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ അമ്പലത്തിൻ്റെ ഇവിടെ എത്തിയിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അമ്പലത്തിലേക്ക് ഇപ്പോൾ കുറച്ച് ദൂരം ഇവിടെ നിന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്, ഒരു 10-200 മീറ്റർ അങ്ങോട്ട് നടക്കണം. അപ്പോൾ നമ്മൾ നടക്കുന്ന ഈ വഴിയുടെ ചുറ്റിനും നിറയെ കടകളുണ്ട്. അത് ഈ കളിപ്പാട്ടം വിൽക്കുന്ന കടകളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ അതല്ലാതെ ഈ ഫോട്ടോസ്, വിഗ്രഹങ്ങൾ, പിന്നെ പാത്രങ്ങൾ, അങ്ങനെ ഇഷ്ടംമാതിരി സാധനങ്ങളുള്ള കടകളുണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കടയിൽ കയറണം, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങണം എന്ന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അകത്തേക്ക് വരുമ്പോഴേക്കും ഒരു ആർച്ച് പോലത്തെ ഏരിയ എത്തും. അപ്പോൾ അത് ഈ കാണുന്നതാണ് ആർച്ച്. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ നമ്മൾ നേരെ കയറി ഉള്ളിലേക്ക് എത്തുമ്പോഴേക്കും ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ ആ കയറി വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 നേരം നമുക്കിവിടെ ഭക്ഷണം കിട്ടും. അപ്പോൾ അവിടുത്തെ രാവിലത്തെ ചായയും പയറും കിട്ടുന്ന സ്ഥലമാണ് ആ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കയറിയില്ല, നമ്മളെന്തായാലും തൊഴുതിറങ്ങി വന്നിട്ടേ അവിടെ കയറുകയുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ പറശ്ശിനിക്കടവ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശത്ത് പുഴയാണ്. അപ്പോൾ വരുന്നവരെല്ലാവരും ആദ്യമേ തന്നെ വന്നിട്ട് ഈ പുഴയിൽ ഇറങ്ങി കാലും കൈയും കഴുകിയിട്ടൊക്കെയാണ് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാറുള്ളത്. അപ്പോൾ നമ്മളും ആദ്യം നേരെ വന്നിട്ട് പുഴയിലിറങ്ങി കാലൊക്കെ കഴുകി റെഡിയായിട്ടാണ് അമ്പലത്തിലേക്ക് കയറിയത്. തെയ്യക്കൊലം കെട്ടിയാടുന്ന മുത്തപ്പനാണ് പറശ്ശിനിക്കടവ് അമ്പലത്തിലെ പ്രതിഷ്ഠ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ എന്നല്ല, നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗത്തു നിന്നും, അതും ജാതിബദ്ധ ഭേദമന്യേ ഒരുപാട് ആൾക്കാർ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ വരാറുണ്ട്. ഇവിടെ വന്ന് നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് മുത്തപ്പനോട് നമ്മുടെ ആകുലതകളും വ്യാധികളും എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മാറുമെന്നാണ് ഒരു വിശ്വാസം, ഒരു സങ്കല്പവും. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. ഐതിഹ്യത്തിൽ പറയുന്നത് മുത്തപ്പൻ ഒരു നായാടി ആയിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വരുമ്പോഴേക്ക് ഒരുപാട് നായകളെ കാണാൻ പറ്റും. കാരണം നായാട്ടിന് പോകുന്ന മുത്തപ്പൻ്റെ കൂടെ എപ്പോഴും നായ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറശ്ശിനിക്കടവ് അമ്പലത്തിൽ നായകൾക്കൊരു പ്രത്യേക സ്ഥാനം തന്നെ, അല്ലെങ്കിൽ ഒരു പരിഗണന തന്നെ ലഭിക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴും നമ്മൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നിറയെ നായകളുണ്ടാവും. അപ്പോൾ ആരും അതിനെ ഉപദ്രവിക്കാനൊന്നും ചെയ്യാനോ പോകുന്നില്ല. പിന്നെ അതുമാത്രമല്ല, ചിലർ ഇവിടത്തേക്ക് വഴിപാടായിട്ട് നായകളെ സമർപ്പിക്കാറുമുണ്ട്. എന്തോ തെയ്യമില്ലെന്നൊക്കെയാണ് പറയുന്നത്, കറക്റ്റ് അറിയില്ല. തിരക്ക് കുറവാണ്, അല്ലെങ്കിൽ നല്ല തിരക്കുള്ള സമയമാണ്. ശനി ഞായറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഇറങ്ങി കാലൊക്കെ കഴുകി നേരെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി പോയി ഇന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത്. ഇവിടെ ഇപ്പോൾ അമ്പലത്തിൽ ഇന്ന് വന്നപ്പോഴേക്കും ആ സമയത്ത് തെയ്യം ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ ഒരു അമ്പലത്തിലുമായിട്ട് ബന്ധപ്പെട്ട ആരുടെയോ കുടുംബത്തിൻ്റെ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് തെയ്യവും കാര്യവും ഇന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത് കാണാൻ പറ്റിയില്ലായിരുന്നു. അമ്പലത്തിൻ്റെ അകത്തേക്ക് നമുക്ക് മൊബൈൽ ഫോൺ കയറ്റാമെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഷൂട്ടിങ്ങും കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിപ്പോൾ മൊബൈൽ ഫോണാണെങ്കിലും ക്യാമറയാണെങ്കിലും കയറ്റിയിട്ട് നമുക്ക് അവിടെ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അനുമതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയെങ്കിലും ഞങ്ങൾ അതിൻ്റെ അകത്ത് ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ നിന്നില്ല. ഷൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തില്ല, ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല, ഒന്നും എടുത്തില്ല. ഞങ്ങൾ പാതിക്കുള്ള വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അകത്ത് കയറി തൊഴുതിറങ്ങിയതിന് ശേഷം ഞങ്ങൾ വന്നിട്ട് പിന്നെ നേരെ പോയത് ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്ന് കാണാം, അല്ലെങ്കിൽ ബോട്ടിങ്ങിനൊന്ന് പോകാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ ഈ വഴി ഇറങ്ങി നേരെ അങ്ങോട്ട് നടന്ന് ചെല്ലുമ്പോഴേക്കുമാണ് ബോട്ടിംഗ് ഉള്ളത്. ഇവിടെ 2 ടൈപ്പ് ബോട്ട് സർവീസ് ഉണ്ട്. ഒന്ന് നമ്മുടെ കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോട്ട് സർവീസും ഉണ്ട്, പിന്നെ പ്രൈവറ്റ് വ്യക്തികളുടെ ഉണ്ട്. പ്രൈവറ്റ് വ്യക്തികളുടെയാണ് ആ കാണുന്ന ബോട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് പോലത്തെയാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടുന്ന് കയറ്റിയിട്ട് ഈ കാണുന്ന പുഴയിലൂടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി അങ്ങനെ ഒരു അരമണിക്കൂർ റൈഡാണുള്ളത്. അതിന് 50 രൂപയാണ്. പിന്നെ നമ്മളുടെ കേരള വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ഉണ്ട്. അതാവുമ്പോഴേക്കും ഇവിടുന്ന് സർവീസ് ആയിട്ട് നടത്തുന്നതാണ്. അതായത് ഇവിടുന്ന് വളപട്ടണവും പിന്നെ മാട്ടൂല് അങ്ങനെ പല ഭാഗത്തേക്കുള്ള ബോട്ട് സർവീസ് ആയിട്ടുള്ളതാണ്. പിന്നെ അല്ലാതെ തന്നെ മറ്റേ ഉല്ലാസയാത്ര പോലത്തെ ഒരു റൈഡും ഉണ്ട് നമ്മുടെ ഗവൺമെൻറ് സർവീസിൻ്റെ തന്നെ. ഞങ്ങളിപ്പോൾ ബോട്ടിങ്ങിന് പോകണമെന്ന് കരുതിയായിരുന്നു. അപ്പോൾ പിന്നെ ഇപ്പോൾ നിലവിൽ അവിടെ ഒരു ബോട്ട് ആളെ കയറ്റി അങ്ങോട്ട് പോയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പോയപ്പോഴേക്കും വേറെ ബോട്ട് എടുത്തിട്ടുണ്ട്. അത് ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ അത് പോകുള്ളൂ. പിന്നെ പോയി തിരിച്ച് വരുമ്പോഴേക്കും ഒരു അരമണിക്കൂർ എടുക്കും. അപ്പോൾ അത്രയും സമയം ഞങ്ങൾക്ക് കളയാൻ വേണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബോട്ടിങ്ങിന് പോയില്ല. പിന്നെ ഇപ്പോൾ എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും ഉറപ്പായിട്ടും ബോട്ടിങ്ങിന് പോകണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ താഴത്തിരുന്ന് കുറേ ചേട്ടന്മാരൊക്കെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ അതൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന്.
കുറച്ച് നേരം നമ്മളവിടെ ഇന്ന് മീനെന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി. നമ്മൾ നിന്നിട്ടൊന്നും മീനൊന്നും ആ സമയത്ത് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്നു. ഇവിടെയാണ് ബോട്ടിൻ്റെ ടിക്കറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി അങ്ങോട്ട് നടന്നതാണ്. അപ്പോൾ അവിടെ പോയി തിരക്കിയപ്പോഴേക്കോ പറഞ്ഞത് ബോട്ടിൻ്റെ ടൈമിങ്ങും എങ്ങനെയാണ് റേറ്റും കാര്യങ്ങളെന്നൊക്കെ അറിയാൻ പറ്റിയായിരുന്നു അവിടെ ചെന്നപ്പോഴേക്കും. പിന്നെ അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്ന് അതൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. കേരള സർക്കാർ പറശ്ശിനിലെ ബോട്ട് റൈഡ് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഈ ബോട്ട് എടുത്ത റൈഡിന് വേണ്ടി പോകാൻ തയ്യാറായിട്ട് അങ്ങോട്ട് കൊണ്ട് ഇടുകയാണ്. അപ്പോൾ നേരത്തെ ഞങ്ങൾ വന്നപ്പോഴേക്കും നിലവിലോട്ട് ബോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾ ഫില്ലായപ്പോഴേക്കും അത് റൈഡിന് പോയി. പിന്നെ ഇതിപ്പോൾ ഇതവിടെ കൊണ്ട് ഇട്ടിട്ട് ഇതിൽ ഫുൾ ആളായി കഴിയുമ്പോഴേക്കും ഇത് പോകുള്ളൂ. അപ്പോൾ ഇത് ആളാകാനും കുറച്ചിട്ട് ടൈം എടുക്കും. പിന്നെ അതിനുശേഷം പോയിട്ട് വരാൻ വേണ്ടി അരമണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ റൈഡിന് പോകാതിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കുറച്ച് അമ്പലത്തിൻ്റെ വിഷ്വൽസ് എടുക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ എല്ലാവരും നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഫോട്ടോ എടുത്ത് തരും. നമ്മളിവിടെ വന്ന് പൈസ കൊടുക്കണമെങ്കിൽ ഇവിടെ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവർ നമ്മൾ അമ്പലം ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടൊക്കെ ഫോട്ടോ എടുത്ത് തരും. അതിന് റേറ്റ് എന്താണെന്ന് അറിയത്തില്ല. അതായത് ആ നിൽക്കുന്ന ചേട്ടൻ അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന കണ്ട. അവരുടെ കയ്യിൽ ക്യാമറയൊക്കെ ഉണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇവിടുന്ന് ചായ കുടിക്കണം. ഇവിടുത്തെ വഴിപാട് പ്രസാദമായിട്ടുള്ള ചായയും പയറും കഴിക്കലാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് ഇനി ഇവിടുത്തെ വഴിപാട് പ്രസാദം കഴിക്കാം. കുട്ടികൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ചോറ് കൊടുക്കൽ വഴിപാട് നടത്താറുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്ന സ്ഥലമാണ് കാണുന്നത്. അത് നേരെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തന്നെ നേരെ ഫ്രണ്ടിൽ തന്നെയാണത്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഓഫീസ്. അപ്പോൾ വഴിപാട് എഴുതിക്കുന്നതൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ മുകളിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വഴിപാട് എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നും അതിൻ്റെ പൈസ എത്രയാണെന്നുള്ളതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള വഴിപാടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടത്താവുന്നതാണ്. നമ്മളിത് പ്രസാദം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്യൂ ഒന്നും നിൽക്കണ്ട. ചില സമയത്ത് വരുമ്പോഴേക്കും ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ പിന്നെ കുറച്ച് നേരം ക്യൂ ഒക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതേ പ്രസാദമായിട്ട് കിട്ടണത് പയർ, പിന്നെ അതിൻ്റെ അകത്ത് തേങ്ങയൊക്കെ ഉണ്ടാവും, പിന്നെ ചായയായിട്ടാണ് നമുക്ക് തരുന്നത്. അത് ഈ രാവിലത്തേക്കായിട്ടുള്ള സമയത്തും പിന്നെ അതായത് ഫുൾ ടൈം ഈ സാധനം ഇവിടെ കിട്ടും. പിന്നെ ഉച്ചയ്ക്കത്തേക്ക് ഊണും രാത്രിക്ക് ഊണ് വേറെ സ്ഥലത്താണ് കൊടുക്കുന്നത്. അപ്പുറത്ത് ഊട്ടുപുരയുണ്ട്, അവിടെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ സ്റ്റെപ്പ് വഴിയുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം. കാരണം നമ്മളിപ്പോൾ വണ്ടി ഇവിടെ താഴെ വരെ കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മൾ വന്നത്. അപ്പോൾ മേളിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വഴിയുണ്ടല്ലോ, അപ്പോൾ ആ വഴി ഞാനൊന്ന് പോയിട്ട് അതുകൂടെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ചേട്ടൻ ബൈക്ക് എടുത്തിട്ട് മേളിലേക്ക് വരാൻ
സ്റ്റെപ്പിലൂടെ നടന്ന് നമ്മൾ ഇപ്പോൾ മുകളിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റോട്ടിലേക്ക് കയറണ്ട, നമ്മൾ ഇവിടുന്ന് തന്നെ വീണ്ടും മുകളിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് കയറിയിട്ട് പിന്നെയും കുറച്ച് ചെല്ലുമ്പോഴേക്കും നമ്മൾ വീണ്ടും അടുത്ത റോട്ടിൽ ചെല്ലും. അപ്പോൾ അവിടുന്ന് വീണ്ടും സ്ട്രൈറ്റ് ചെല്ലുമ്പോഴേക്കും നമ്മൾ പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡിലേക്ക് ചെല്ലും. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി റോട്ടിലെത്തി. അപ്പോൾ ഇനി ഈ റോട്ടിൽ കൂടെ തന്നെ നമ്മളൊരു 200-300 മീറ്റർ നേരെ ഫ്രണ്ടിലേക്ക് നടക്കുമ്പോഴേക്കും നമ്മൾ അവിടെ ഒരു ജംഗ്ഷനിൽ ചെല്ലും. ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് പറശ്ശിനിക്കടവ് ബസ് സ്റ്റാൻഡ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് പറശ്ശിനിലെ UP സ്കൂളാണിത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന UP സ്കൂളാണ്. നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കടന്ന് ആ റോട്ടിൽ ചെല്ലുമ്പോഴേക്കും അവിടെ റൈറ്റ് സൈഡിലായിട്ട് പറശ്ശിനിക്കടവിലെ ഹയർ സെക്കൻഡറി സ്കൂളും കൂടെ ഉണ്ട്. അങ്ങനെ ഞാൻ നടന്നത് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ബസ് ഇപ്പോൾ കിടപ്പുണ്ട്. ഇവിടെ പ്രൈവറ്റ് ബസ്സും KSRTC ബസ്സും എല്ലാ ബസ്സും വരുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് പറശ്ശിനിയിൽ വന്നപ്പോഴേക്കും ഞാൻ ട്രെയിനിന് വന്നിട്ട് കണ്ണൂർ ഇറങ്ങി. അവിടുന്ന് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ട് എനിക്ക് ബസ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ബസ്സിനാണ് ആദ്യമായിട്ട് വരുന്നത്. അവിടെ കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രൈവറ്റ് ബസ് ഇഷ്ടംമാതിരി ഉണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ബസ് ഇങ്ങോട്ട് കിട്ടും വരും. ഈ കാണുന്നത് പറശ്ശിനിക്കടവിലെ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതിൻ്റെ ഉള്ളിലേക്ക് പോകണം. അവിടെ സ്കൂൾ കാണാൻ പറ്റത്തില്ല. അത് സ്കൂളിൻ്റെ ഗേറ്റ് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നടന്ന് ഇവിടെ എത്തിയപ്പോഴേക്കും ചേട്ടൻ ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങൾ അടുത്തത് പോകുന്നൊരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്. അത് അടുത്ത വീഡിയോയിൽ കാണാൻ നമുക്ക്. അപ്പോൾ പറശ്ശിനിലെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.